ഹായ് ഹലോ ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരടുപ്പിൽ കാടമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, വേറെ അടുപ്പിൽ എണ്ണ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഓരോ പഴങ്ങളായിട്ട് ആ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. ലച്ചുവിന് ചെറിയ പഴംപൊരിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് പഴം ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർക്കാറില്ല, കുട്ടിക്ക് കൊടുക്കുന്നതല്ലേ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ അത് ആ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം ദേവുട്ടിക്ക് കോറ കൂടെ അരച്ച് വെക്കുന്നുണ്ട്. തെച്ചുകുട്ടി വന്നിട്ടുണ്ട്. തെച്ചു വന്നാൽ ദേവുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത്ര നേരം ചേച്ചിന് കാണാത്തതല്ലേ എന്ന് വെച്ചിട്ട്. അങ്ങനെ ആ തെച്ചുവിൻ്റെ മേലുകഴുകലൊക്കെ വേണ്ടി ഞാൻ ദേവുട്ടിനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ചായ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ദേവുട്ടി പഴംപൊരി കണ്ട വഴിക്ക് ഓടി വന്ന് പഴംപൊരി എടുക്കുകയാണ്. ഞാൻ ദേവുട്ടിക്ക് പഴംപൊരി കൊടുത്തിട്ടില്ല, തെച്ചുവിനാണ് കൊടുത്തത്. ദേവുട്ടിക്ക് ഞാൻ ഒരു കാടമുട്ട കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അവൾക്കത് വായിലിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലോ ഷീറ്റിലോ ഇട്ട് കൊടുത്താൽ ആളത് പെറുക്കി മിണ്ടാതെ കഴിച്ചോളും. ഒരു ബോട്ടിൽ വെള്ളം കൂടെ വെച്ച് കൊടുത്താൽ മതി, അവളത് വെള്ളവും എടുത്ത് കുടിച്ചോളും. ലച്ചുവിൻ്റെ പഴംപൊരി തിന്നു കഴിഞ്ഞിട്ട് അവൾക്കും 2 കാടമുട്ട കൊടുക്കുന്നുണ്ട്. ലച്ചുവിന് ഞാൻ ഇപ്പോഴും ഭക്ഷണം വാരി കൊടുക്കുകയും ചെയ്യാറ്. പക്ഷേ ദേവുട്ടിക്ക് ഇങ്ങനെ താഴെ ഇട്ട് കൊടുത്താൽ മതി, ആൾ മിണ്ടാതെ പെറുക്കി കഴിച്ചോളും. ചോറ് വറ്റാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ദേവുട്ടിൻ്റെ മുട്ട തീറ്റ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾ പഴംപൊരി കഴിക്കാൻ വേണ്ടി പോവാണ്. അവളെന്നെ ഒറ്റയ്ക്ക് പോയി എടുത്തതാണ്. ഇപ്പോൾ ആൾ നീന്താൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ആൾ പോയി ഒറ്റയ്ക്ക് എടുത്തതാണ്. ദേവുട്ടിക്ക് ഇത് 9ാം മാസമാണ്. ഞാൻ അവൾക്ക് ഉച്ചയ്ക്ക് അരമുറി നേന്ത്രപ്പഴം പുഴുങ്ങിയതും 4 മണിയാകുമ്പോൾ ഒരു കാടമുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നുണ്ട്. പിന്നെ 6:15 കോറ കൊടുക്കുന്നത്. 2 പേർക്ക് ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണങ്ങളെല്ലാം കൊടുക്കുന്നത്. രണ്ടാളുടെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി ഇനി തെച്ചുകുട്ടി പഠിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.